രണ്ട് മുത്ത് കൊടുക്കേണ്ട ആൾക്കാർ, രണ്ട് മുത്ത് കൊടുക്കേണ്ട ആൾക്കാർ അതാരൊക്കെ? ഒറ്റ മുത്ത് മാത്രം റമദാനിലുള്ള ആളുകളാണ് പ്രായാധിക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാത്ത പ്രായം ചെന്നവരും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളും. അവന്റെ അസുഖത്തിൽ നിന്ന് മരണത്തോടുകൂടെ അവനാണ് അവസാനിപ്പിക്കായിരിക്കും. ആ രോഗം മാറൂല. ആ നോമ്പെടുക്കാൻ കഴിയൂല. അതേപോലെ തന്നെ പ്രായമായ ആണും പെണ്ണും. പ്രായമായ ആണിന് പെണ്ണിന് പ്രായത്തിൽ വേക്കോട്ട് വരൂലല്ലോ. 80 81 വീണ്ടും ആരോഗ്യം കുറഞ്ഞ്, 82 വീണ്ടും ആരോഗ്യം കുറഞ്ഞ്, 85 വീണ്ടും ആരോഗ്യം കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഇവർക്കൊക്കെ പരിശുദ്ധ റമദാൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കാതെ അല്ലാഹു തആല ഒരു മുത്ത് കൊടുത്തിട്ട് നോമ്പുകാർ നോമ്പ് നോൽക്കുന്നത് പോലെ അവർ ഓരോ ദിവസത്തിനും ഓരോ മുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആരാണ് നോമ്പ് നോൽക്കാതെ തന്നെ മുത്ത് കൊടുക്കേണ്ടവർ? ഒന്ന് പ്രായം കൊണ്ട് അവശരായ ആൾക്കാർ, മറ്റൊന്ന് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ. ഇതിൽ നിന്ന് മനസ്സിലാക്കി ഇവർക്ക് മാത്രമാണ് മുത്ത്. ഓരോ ദിവസത്തിനും ഓരോ മുത്താണ്. ഇന്ന് ജീവിച്ചാൽ മാത്രം ഇന്നത്തെ മുത്ത് മതി. നാളെയും അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നാളത്തെ മുത്ത് മതി. ഇനി ഒരാഴ്ച വരെ മുത്ത് കൊടുക്കാതെ ജീവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് 7 മുത്ത് കൊടുത്താൽ മതി. കൂടും. അത് ഖളാ വീട്ടാന്നാണ് എനിക്ക് പറയാം. നിസ്കരിക്കേണ്ട നിസ്കാരം നിസ്കരിക്കാതിരുന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ ശരിയാവില്ലേ? ഖളാ വീട്ടാന്നാണ് എനിക്ക് പറയാൻ മാത്രം. ആ മുത്ത് കൊടുക്കേണ്ട പ്രായം തരുന്ന ആളുകൾക്ക് ഓൾക്ക് കഴിവുണ്ടെങ്കിലേ മുത്തും അവരുടെ പേരിൽ നിർബന്ധമാകുന്നുള്ളൂ. ഓൾക്ക് കഴിവുണ്ടാകുക, അല്ലെങ്കിൽ അവിടെ ആൺമക്കൾക്ക് കഴിവുണ്ടാകണം. ഒരു വാപ്പയാണ് ജീവിക്കാൻ തന്നെ മാർഗമില്ല. മുത്ത് കൊടുക്കാനൊന്നും അയാൾക്ക് സാമ്പത്തിക ശേഷിയില്ല. പിന്നെ 2 പെൺകുട്ടികളാണ്, ഓലെ കെട്ടിച്ചു പോവുകയും ചെയ്തു. പെൺകുട്ടികൾ വാപ്പാക്ക് ചെലവെടുക്കുന്ന നിർബന്ധമല്ല. അങ്ങനത്തെ രോഗിയായി അവശനായി ഫക്കീറായ ഒരാളാണ് ഈ പ്രായം ചെന്നാളും രോഗിയെങ്കിൽ അവർക്ക് എന്തുമില്ല, മുത്തും കൊടുക്കണ്ട. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല, മുത്തും നിർബന്ധമാക്കിയിട്ടില്ല. ദിവസം ഓരോ ദിവസത്തിന്റെ അതാത് ദിവസം കൊടുക്കണം ചെയ്യേണ്ടത്. മുൻകൂട്ടി കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ശേഷം കൊടുക്കുന്ന സ്വഭാവമുണ്ട് പലർക്കും. റമദാൻ കഴിഞ്ഞതിന് ശേഷം 30 മുത്താണ് കൊടുക്കും. അതിനെന്താ പറയാ? അത് അള്ളാഹു വിട്ടാണ് കൂടും. പക്ഷെ മുത്ത് നിർബന്ധമാകുന്നത് ഇന്നൊരു ജീവിച്ചിരിപ്പുണ്ടോ, ഇന്നത്തെ മുത്തൊരു നിർബന്ധമായി. നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ, നാളത്തെ നിർബന്ധമായി. ബാക്കിയുള്ള ആളുകളൊക്കെ നോമ്പ് ഉപേക്ഷിക്കൽ അവർക്ക് അനുവദനീയമായ സമയത്താണ് ഉപേക്ഷിക്കുന്നതെങ്കിൽ പോലും അവർ ഇതൊക്കെ മാറിയതിനു ശേഷം നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. നോമ്പ് ഖളാ വീട്ടൽ നോമ്പ് നിർബന്ധമായ ആളുകൾക്ക് നോമ്പ് ഖളാ വീട്ടാത്ത ഒരു മസലയും ഇല്ല. ചിലവര് കരുതിക്കുന്നത് നോമ്പാണ് ഒഴിവാക്കുക. എന്നിട്ട് 21 അഞ്ചിന് വിതരണം ചെയ്യാൻ എന്നാ കഴിച്ചിലാവില്ല. നോമ്പ് അവിടെ നിർബന്ധമാണ്. ഈ റമദാൻ ശരീഫിൽ ഒരാൾ രോഗിയായി. ഏത് രോഗി? സാധാരണ രോഗിയാണ്. 1 മാസോ 2 മാസോ 3 മാസോ 1 കൊല്ലോ കഴിഞ്ഞാൽ ശിഫയാകുന്ന രോഗിയാണ്. അല്ലെങ്കിൽ 2 3 ദിവസം കഴിഞ്ഞാൽ ശിഫയാകുന്ന രോഗിയാണ്. ഇത്തരം രോഗികളെ അവർക്ക് രോഗം മാറിയതിനു ശേഷം ഖളാ വീട്ടലാണ് നിർബന്ധം. അവർ മുത്തൊടുക്കണ്ട. അപ്പൊ റമദാനിൽ രോഗിയായതിന്റെ പേരിൽ നോമ്പ് നോൽക്കാൻ പറ്റാത്തതായിരുന്ന കക്ഷി വീതം കൊടുക്കണം. അപ്പൊ എത്ര ഉണ്ടാവും? 10 വർഷത്തെ പറഞ്ഞു പോയാൽ എത്ര മുത്ത് വരുന്നെന്ന് പറഞ്ഞാൽ
300 കഴിച്ചില്ലാവില്ല കേട്ടോ, വെറുതെ പറഞ്ഞ സമയം കളയണ്ട. ഒരു വർഷത്തെ നോമ്പില്ലേ, ആ ഒരു വർഷത്തെ നോമ്പ് 10 വർഷം തിരികെ കൊടുക്കണം. അപ്പൊ ഒരു വർഷത്തിന് തന്നെ 30 കൊടുക്കുമ്പോ 10 വർഷത്തിന് ഇങ്ങനെ ഞാൻ കുറച്ച് ഇങ്ങനെ പോന്നാ മതി. അങ്ങനെ പോകും. അങ്ങനെ പിറ്റത്തെ കൊല്ലത്തെ നോമ്പ് വേറെ ഉണ്ട്. അതിന് 9 കൊല്ലത്തുള്ളൂ. പിറ്റത്തെ കൊല്ലത്തെ നോമ്പിന് 8 കൊല്ലത്തുള്ളൂ. പിറ്റത്തെ കൊല്ലത്തെ നോമ്പിന് 7 കൊല്ലം മുതൽ കണക്കൂട്ടി കൊടുക്കണം. ഇവിടെ ഒരു സഹോദരന്റെ വല്യപ്പ മരിച്ചിട്ട് എന്റെ അത് കണക്കൂട്ടാൻ വന്നു. അപ്പൊ കണക്കൂട്ടി വെക്കുമ്പോ 1938 മുത്തൊടുക്കണം. അൽഹംദുലില്ലാ കണക്കൂട്ടാനുള്ള ഒരു മനസ്സുണ്ടല്ല കുട്ടിയൊക്കെ. പാപ്പ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ 30 മുതൽ 21 കിലോനായി. 50 കിലോത്തിന്റെ ചാക്ക് എടുത്താല് ഒരു 70 മുത്ത് കൊടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി 1900 ചില്ലാനും മുത്തിന് എത്ര ചാക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. പറഞ്ഞതിന്റെ അർത്ഥം വാപ്പമാരുടെ കടം തീർക്കാതെ വാപ്പാന്റെ സ്വത്ത് മുറിക്കാൻ ഒരാൾക്ക് അവകാശമില്ല. വാപ്പാന്റെ സ്വത്ത് ഈ വാപ്പാന്റെ സ്വത്തും കടവും തമ്മിൽ മൂടപ്പെടുന്നാണെങ്കിലും മക്കൾക്ക് സ്വത്തില്ല, അനന്തര സ്വത്തായിട്ട് കിട്ടാനില്ല. വാപ്പാന്റെ കടം തീർക്കാനുള്ളൂ. ഈ വാപ്പാന്റെ കടം തീർക്കാതെ കണ്ണിപ്പിക്കാണ്ട് തമ്മിൽ ഒരിച്ചാലോ ഹറാമ് തിന്നലാവും. അവസാനിപ്പിക്കാന് എന്തെങ്കിലും സംശയം ചോദിച്ചു. പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീ നോമ്പ് ഉപേക്ഷിച്ചത് അവളുടെ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ഓള് മുത്തു കൊടുക്കണ്ട. അവൾ നോമ്പ് നോറ്റത് കൊണ്ട് കുട്ടിക്ക് പ്രയാസം ഉണ്ടാകും എന്നതുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ നോമ്പ് ഖളാ ഓരോ നോമ്പിനും ഒരു മുത്തു കൊടുക്കുകയും ചെയ്യണം. കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്നത് കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ. പ്രസവകാലത്ത് നോമ്പ് നിർബന്ധാണ്, ഖളാ കൂട്ടണം. ഒരു പെണ്ണ് പ്രസവിച്ച് കിടക്കണ എന്നെ റമദാൻക്കാൻ നോക്കുക. ആ റമദാനിലോള് നിഫാസുകാരിയാണ്. അപ്പൊ പിന്നെ ഓളെ സ്വന്തം പ്രശ്നമാണ്. അതുകൊണ്ട് ഓൾക്ക് ആ വിഷയത്തിൽ മുദ്ദില്ല. എന്തു വേണം? ഇതൊക്കെ മാറിയതിനു ശേഷം ഓള് ആ ഒരു മാസത്തെ നോമ്പ് ഖളാ കൂട്ടണം. നല്ല ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളില്ലേ? 700 ഗ്രാം 700 ആണ്.